ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. സംഭവം വേറൊന്നുമല്ല, ക്യാരക്ടർ സ്കെച്ച് ആണ്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് നമ്മുടെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ഒരു ടോപ്പിക്കാണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതണം, ഏത് രീതിയിൽ എഴുതണം, അതിന്റെ ആ ഒരു ബേസിക് ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പ്ലസ് വൺകാർക്ക് വരുന്ന ഒരു ക്യാരക്ടർ സ്കെച്ച് ആണ്. ഓക്കെ, +1കാർക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലിയാമോ ഫ്ലഹേർട്ടി എഴുതിയ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള നമ്മുടെ മദർ സീഗിളിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് കുറച്ച് പോയിന്റ്സ് ആണ്, ഒരു ചെറിയ ചെറിയ സെന്റൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിന് കിട്ടുന്ന ഒരു A+ പോയിന്റ്സ് ഒക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷെ കുറച്ചെണ്ണേ ഉള്ളൂ. നിങ്ങൾ എഴുതുമ്പം കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ച് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ആക്കി എഴുതാൻ ശ്രമിക്കും. ഓക്കെ, എന്നാൽ മാത്രമേ കുറച്ചുകൂടെ നല്ലൊരു ഇംപ്രഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ കുറച്ച് A+ പോയിന്റ്സ് ആണ്. ഇതും കൂടെ ഉൾപ്പെടുത്തുക എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ എഴുതുമ്പോൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആക്കി എഴുതുക. അപ്പം വേറെ ഞാൻ പറയുന്നില്ല. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലത്തുള്ള ഇമ്പോർട്ടന്റ് ആയിരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പം അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ +1കാർക്ക് മാത്രമല്ല SSLC-കാർക്ക് നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, മദർ സീഗിൾ ഞങ്ങൾ നേരത്തെ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ ഒരു ഫോർമാറ്റ് പറഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹെഡിങ് നിർബന്ധമാണ്. നമ്മൾ ഇരുന്ന ക്യാരക്ടറിന്റെ പേര് അത് നമുക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. മദർ സീഗിൾ. ദ ക്യാരക്ടർ മദർ സീഗിൾ ഈസ് അപ്പിയർഡ് ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാമോ ഫ്ലഹേർട്ടി. അപ്പം നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പം നിർബന്ധമായിട്ട് നോക്കുക, ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം, ആ ചാപ്റ്റർ ഏതാണെന്ന് മെൻഷൻ ചെയ്യണം, പിന്നെ അത് എഴുതിയ ആൾ ആരാന്നും പറയണം. ഈ 3 കാര്യങ്ങളും ഫസ്റ്റ് സെന്റൻസ് അല്ലെങ്കിൽ ആദ്യത്തെ 2-3 സെന്റൻസിനുള്ളിൽ പറയണം. പിന്നെ ഷീസ് എ മോട്ടീവ് ആൻഡ് സപ്പോർട്ടീവ് ക്യാരക്ടർ. ആ ഒരു മദർ സീഗൾ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു മോട്ടിവേറ്റീവ് അതുപോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ ഷീസ് ഓൾസോ വെരി ലവിങ് ആൻഡ് കെയറിങ്. ആ ഒരു ക്യാരക്ടർ വെരി ലവിങ് ആൻഡ് കെയറിങ് ക്യാരക്ടറാണ്. ഷീസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ഓൾ മദേഴ്സ്. നമ്മുടെ അമ്മമാരുടെ എല്ലാം ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഈ കഥയിൽ നമ്മുടെ മദർ സീഗിളിനെ കാണിച്ചിരിക്കുന്നത്. ഷീ ന്യൂ ഹെർ ചിൽഡ്രൻ ബെറ്റർ ദാൻ അതേഴ്സ്. ആ ഒരു മക്കളെയെല്ലാം മറ്റാരേക്കാളും നന്നായിട്ട് നമ്മുടെ അമ്മയ്ക്കറിയാം. ആ ഒരു രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഷീ മോട്ടിവേറ്റ്സ് ദ യങ് സീഗിൾ ടു അച്ചീവ് ഹിസ് ഗോൾ. ഷീ ക്രിയേറ്റ്സ് എ സിറ്റുവേഷൻ ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഷീ അപ്പിയേഴ്സ് വിത്ത് എ പീസ് ഓഫ് ഫിഷ് ബട്ട് ഹാൾട്ട് ഇൻ ദ എയർ. മാർഡൻ ബൈ ഹങ്കർ ദ യങ് സീഗിൾ ഡൈസ് ഫോർ ഫിഷ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പാഠഭാഗത്തുള്ള ആ ഒരു സെയിം സ്റ്റോറിയാണ്. അപ്പം നിങ്ങൾക്ക് എഴുതുമ്പം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു സ്റ്റോറി അങ്ങ് എഴുതി വെക്കുക. മീൻസ് മൊത്തമല്ല എഴുതേണ്ടത്. ആ ഒരു മദർ സീഗിള് ആ ഒരു ഫിഷും കൊണ്ട് വന്നതും അതുപോലെ ആ ഒരു ഹങ്കർ കൊണ്ടിട്ട് നമ്മുടെ യങ് സീകൾ എടുത്ത് ചാടിയതും പിന്നെ പറക്കാൻ പറ്റിയതും അത് നിങ്ങളുടെ രീതിയിൽ എഴുതുക. പക്ഷെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളണം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതാണ് കുറച്ച് ഒരു A+ പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തുമ്പം ഇതുപോലെയുള്ള എന്താ പറയുക, ചെറിയൊരു തിങ്കിങ് ആയിട്ടുള്ള കുറച്ച് സെന്റൻസിലുമാണ് കുറച്ച് ഇംപ്രഷൻ കിട്ടും. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2-3 സെന്റൻസ് ഉണ്ട്. പേരൻസ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ. പേരൻസ് ആണ് ചിൽഡ്രൻസിന്റെ ഫസ്റ്റ് ടീച്ചേഴ്സ്. ചിൽഡ്രൻ ലേൺ ദെയർ ലെസൺസ് മോസ്റ്റ്ലി ഫ്രം ഹോം. ദ മദർ സീഗിൾ ഇൻ ദ സ്റ്റോറി ഈസ് എ റോൾ മോഡൽ ഓഫ് ഓൾ ദ മദേഴ്സ്. ഓക്കെ, ഇത് തന്നെ എഴുതണം ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുപോലത്തെ കുറച്ച് A+ സെന്റൻസസ് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ തിങ്ക് ചെയ്ത് എഴുതാൻ പറ്റുന്ന കുറച്ച് A+ സെന്റൻസസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആണ് നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ചിന് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം മദർ സീഗിളിന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. മദർ സീഗിളിന്റെ മാത്രമല്ല ആ ഒരു ചാപ്റ്ററിലുള്ള യങ് സീഗിളിന്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പം അത് അത് പെട്ടെന്ന് തന്നെ വരും. അത് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ക്യാരക്ടർ സ്കെച്ചിന്റെ ഫോർമാറ്റ് അത് എങ്ങനെ എഴുതണമെന്ന് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കാണുക. ഓക്കെ, അപ്പം ഇത് തന്നെ വരുമെന്ന് ഉറപ്പൊന്നുമില്ല. സോ അതും കൂടെ പോയി കാണുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.